إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അർഹമുർ-റാഹിമീനായ റബ്ബുൽ ഇസ്സത്തിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കാൻ പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അവന്റെ പ്രിയപ്പെട്ട സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടനവധി അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ നൽകിയിട്ട് അതിൽ നാം ഓർത്തിരിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതു സമയവും മറന്നു പോകാൻ പാടില്ലാത്ത, പ്രാർത്ഥനകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കേണ്ട വ്യക്തിത്വമാണ് നമ്മുടെ ഉപ്പ എന്നത്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടമകളും കടപ്പാടുകളുമെല്ലാം പഠിപ്പിക്കുന്നിടത്ത് ഏറ്റവും ഒന്നാമതായി എണ്ണുന്നത് അള്ളാഹുവിനോടാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന് കടമകൾ ഉള്ളത് എന്നാണ്. രണ്ടാമത് അവന്റെ പ്രവാചകനോടാണ്, അള്ളാഹുവിന്റെ പ്രവാചകനോട്
മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ഒരു വിശ്വാസിക്ക് ബാധ്യതയെന്ന്. പിന്നീട് ആരോടാണ് എന്ന് ചോദിക്കുമ്പോൾ 3 വട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഉമ്മയോടാണ് എന്നാണ്. 4-മതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമ്മുടെ പിതാവിനെ കുറിച്ചാണ്, നമ്മുടെ ഉപ്പയോടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകുകയാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ നാം നമ്മുടെ വാപ്പയെ പരിഗണിച്ചേ മതിയാകൂ എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കൃത്യമായ കാഴ്ചപ്പാട് എന്നാണ്. ആ വ്യക്തിത്വം അത്ഭുതങ്ങൾ നിറഞ്ഞ, നമുക്ക് അത്ഭുതം തോന്നുന്ന, അജബ് തോന്നുന്ന വ്യക്തിത്വമാണ് ഉപ്പ എന്നത്. ആ ഒരു വാക്കിനെ നമ്മൾ അതിൻ്റെതായ ഗൗരവത്തിൽ ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ പ്രിയമുള്ളവരെ, അത് പ്രയാസം തന്നെയാണ്. അള്ളാഹു ഭൂമിയുടെ പ്രതലത്തിലെ പല അത്ഭുതങ്ങളെയും വിശുദ്ധ ഖുർആനിൽ ആണയിട്ട് സത്യം ചെയ്ത് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. വശംസി വളുഹാഹ, സൂര്യനും അതുപോലെ തന്നെ സായാഹ്നവും തന്നെയാണ് സത്യം. ഇതുപോലെ കിതച്ചുകൊണ്ടോടുന്ന കുതിരകൾ തന്നെയാണ് സത്യം. തുടങ്ങിയുള്ള സത്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിച്ച് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ ഒരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വവാലിദിൻ വമാ വലദ്, ഉപ്പയും മകനും തന്നെയാണ് സത്യമെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നുണ്ട്. ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും സ്നേഹം നിറച്ചു വെച്ച അത്ഭുതങ്ങളിൽ ഒന്നാണ് നമ്മുടെ പിതാവ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അതിനോടൊപ്പം പലപ്പോഴും നമ്മൾ ചേർത്ത് വെക്കുന്നത് ഉപ്പ എന്നാൽ ശക്തമായ ദേഷ്യത്തിൽ നമ്മളോട് മുഖം ചുവന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് പലപ്പോഴും ആളുകൾ പിതാവിനെ, തന്റെ വാപ്പയെ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത് എന്നാണ്. അതിനപ്പുറത്തേക്ക് നമ്മുടെ വാപ്പയുടെ ആ മുഖം ഈ ചുവന്ന തുടുത്ത മുഖമല്ലാത്ത മറ്റൊരു മുഖമുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഏതൊരു മകനും ഏതൊരു മകൾക്കും ഉണ്ടാകണമെന്നാണ്. ഓരോ ഉപ്പയും വേദനകളും സങ്കടങ്ങളും നിറച്ചു വെച്ചവരാണ്. ജോലിഭാരത്തിന്റെയും പ്രയാസങ്ങളുടെയും നടുവിൽ അവരുടെ ഹൃദയത്തിൽ ഒരുപാട് കഥകൾ പറയാനുണ്ടാകും. ഒരു മദ്യപാനിയായി, ഇറച്ചുവെട്ടുകാരനായ ഒരു മനുഷ്യൻ, ഒരു മദ്യപാനിയായി തന്നെ ഡ്രൈവറായി തുടരുന്ന ഒരു മനുഷ്യൻ, ഒരു ചുമട്ടു തൊഴിലാളിയായി മദ്യപാനിയായി തുടരുന്ന ഒരു മനുഷ്യൻ, ഇങ്ങനെ ഭാരമുള്ള പല ജോലികളും നിർവഹിച്ച് മദ്യം കഴിച്ച് ആര് വരുന്ന ഒരു മനുഷ്യന്റെ ചിത്രത്തിലും മക്കൾക്കായി കരുതലോട് വെച്ച ചില വിടായിപ്പൊതികളും സമ്മാനങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയുമെന്നാണ്. അതാണ് ഒരു യാഥാർത്ഥ്യം. പക്ഷേ ഇത്തരം ഇങ്ങനെ ചെയ്യുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും മദ്യപാനിയായി ജീവിച്ച് ഹറാമ് കഴിച്ച് ജീവിച്ച മനുഷ്യനും അയാളുടെ ജീവിതത്തിലും പലപ്പോഴും പ്രയാസത്തിന്റെയും ബുദ്ധിമുട്ടുകളുടെയും കഥകൾ പറയുമ്പോൾ നമ്മൾ അവരെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പോകേണ്ടത്. മദ്യപാനത്തിനെ നമ്മൾ ഒരിക്കലും ന്യായീകരിക്കുകയില്ല. ഹറാമായ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ ഒന്നാണ്. എന്നാൽ പലപ്പോഴും ഇത്തരം വാപ്പമാരോട് ആരെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ഉണർത്തിയാൽ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മദ്യപിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ഇറച്ചിവെട്ടുകാരൻ, ഈ മത്സ്യക്കച്ചവടക്കാരൻ, ഈ പ്രയാസപ്പെടുന്ന മനുഷ്യൻ, അയാൾ പറയുക, എന്റെ കുടുംബത്തിനു വേണ്ടി അധ്വാനിച്ച് ക്ഷീണിതനായി ശരീരത്തിന്റെ വേദന കൊണ്ടാണ്, ആ വേദന മാറാനാണ് മദ്യപാനം എന്നാണ്. മദ്യപാനം, അയാൾ അതിലാണ് ആശ്വാസം കണ്ടെത്തുന്നത് എന്നാണ്. കുടുംബത്തിനു വേണ്ടി അധ്വാനിയായി ജീവിച്ചതിന്റെ പേരിലാണ് അക്കാര്യം അയാൾ പറയുക എന്നാണ്. പക്ഷെ പ്രിയമുള്ളവരെ, മദ്യപിച്ചാൽ മാത്രമാണ് ഒരു മനുഷ്യന് ആശ്വാസം ലഭിക്കുക. ഈ മദ്യത്തിന്റെ പേരിൽ നാടുകൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ നിരവധിയാണ്. അല്ലെ, പിതാവിന് മകളെ തിരിച്ചറിയാൻ കഴിയാതെ, അല്ലെങ്കിൽ സഹോദരങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ ഉമ്മയെ കൊലപ്പെടുത്തുന്ന മക്കളായി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കടന്നു പോകുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ അടുത്ത സമയത്ത് ഒരു പിതാവിനെ പരിചയപ്പെട്ടു. ശക്തമായ മദ്യപാനിയായിരുന്നു അയാൾ. ഒപ്പം അതുപോലെ തന്നെ അയാൾ വല വീശാൻ വേണ്ടി കടലിൽ പോയി മീൻ പിടിച്ച് മടങ്ങി വരുന്ന മനുഷ്യനാണ്. അയാൾ പറയുകയാണ്, ഞാൻ ഈ അടുത്ത സമയത്ത് മദ്യപാനം ഞാൻ നിർത്തി കേട്ടോ, ഇപ്പൊ ഞാൻ കുടിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വല്ലാത്തൊരു ആശ്വാസമുണ്ട്. എന്റെ ശരീരത്തിനും എന്റെ മനസ്സിനും
എന്റെ കുടുംബത്തിലുമെല്ലാം എന്നെ കൊണ്ടുണ്ടായിരുന്ന പ്രയാസങ്ങളൊക്കെ നീങ്ങി എന്റെ മക്കൾ എന്റെ അരികിലേക്ക് വരുന്നുണ്ട്, അവരെന്നോട് സംസാരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവർ എന്നെ കേൾക്കുന്നുണ്ട്, എന്നോടുള്ള സ്നേഹം അവർ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മുമ്പും മക്കൾക്ക് സ്നേഹമുണ്ടായിരുന്നു. പക്ഷേ മുമ്പും മക്കൾക്കുണ്ടായിരുന്ന ആ സ്നേഹം അതിലേറെയായി അയാൾ ആസ്വദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് സ്വബോധം അയാൾക്ക് തിരിച്ചു കിട്ടിയത് കൊണ്ടാണ്. അല്ലേ? സ്വബോധം തിരിച്ചു കിട്ടിയത് കൊണ്ടാണ്. അതുകൊണ്ട് മകൻ വിളിക്കുന്ന വിളി അയാൾ കേൾക്കുന്നുണ്ട്, മകൾ വിളിക്കുന്ന വിളി, ഉപ്പ എന്ന് വിളിക്കുന്ന, വാപ്പ എന്ന് വിളിക്കുന്ന വിളി അയാൾക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. ആ സ്നേഹവും വാത്സല്യവും എല്ലാം അയാൾക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു വൈകാരികമായ നിമിഷമാണത്. ഒരു ഉപ്പാക്ക് മകനെ തിരിച്ചറിയാനും മകളെ തിരിച്ചറിയാനും തിരിച്ചതുപോലെ മക്കൾക്ക് വാപ്പയെ ആസ്വദിക്കാനും കിട്ടുന്ന സന്തോഷങ്ങൾ പങ്കിടാൻ കഴിയുന്ന അത്ഭുതകരമായ അവസ്ഥ ആ പിതാവിന് ലഭിക്കുന്നു എന്നുള്ളത് സന്തോഷം നിറഞ്ഞ കാര്യമാണ്. വാപ്പ എന്ന അത്ഭുതത്തെ ഏതൊരു മനുഷ്യനും നോക്കിക്കാണുമ്പോ അയാളുടെ ത്യാഗത്തിന്റെ കഥകൾ, അയാളുടെ ജീവിതത്തിൽ കടന്നു വന്ന പ്രയാസങ്ങളുടെ കഥകൾ നമുക്ക് കാണാൻ കഴിയുമെന്നാണ്. നമ്മളും വാപ്പമാരാണ്, പല ആളുകളും ഉപ്പമാരാണ്. ഇസ്ലാമിലെ ചരിത്രത്തിലെ ചില സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല പ്രവാചകന്മാരുടെയും മകനെയും മകളെയും അതുപോലെ തന്നെ മക്കളെയും വാപ്പയെയും എല്ലാം പരിചയപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പരിചയപ്പെടുത്തുന്നുണ്ട്. മക്കളെ ഒട്ടേറെ സ്നേഹിച്ച ഒരു ഉപ്പയെയാണ് ചരിത്രത്തിൽ യാക്കൂബ് നബി അലൈഹി സ്വലാമയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. തന്റെ പ്രിയപ്പെട്ട മക്കളെ എല്ലാ നിലക്കും പരിഗണിച്ചു വന്നൊരു പിതാവായിരുന്നു അദ്ദേഹം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉപ്പയായ യാക്കൂബ് നബി അലൈഹി സ്വലാമക്ക് യൂസുഫ് നബി അലൈഹി സ്വലാമയെ നഷ്ടപ്പെടുന്ന ഒരു രംഗമുണ്ട് ചരിത്രത്തിൽ. വല്ലാത്തൊരു വേദന നിറഞ്ഞ നിമിഷമാണ്. യാക്കൂബ് നബി തന്റെ മക്കൾ അവരെ യൂസുഫ് നബിയെ കൂട്ടിപ്പോകുമ്പോ പറയുന്നുണ്ട്, എനിക്ക് വല്ലാത്തൊരു വിഷമമുണ്ട് നിങ്ങളുടെ കൂടെ അയക്കാൻ, പക്ഷേ നിങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി ഞാൻ നിങ്ങൾക്കൊപ്പം അയക്കുകയാണ്, അവരെ നന്നായി നോക്കിക്കൊള്ളണം. പക്ഷെ അവർ മടങ്ങിയെത്തുമ്പോ ആ മകൻ കൂടെ ഇല്ല. വല്ലാത്തൊരു വിഷമം നിറഞ്ഞ നിമിഷം. മഹാനായ പ്രവാചകൻ ആ മകനെ നഷ്ടപ്പെട്ടതിന്റെ വേദനയാൽ പ്രയാസങ്ങൾ താങ്ങാനാകാതെ ഒരു ഉപ്പയുടെ യഥാർത്ഥ സ്നേഹം ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ അതിങ്ങനെയാണ് പ്രതിപാദിക്കുന്നത്. ആ പ്രവാചകൻ കരഞ്ഞ് ആ പ്രവാചകന്റെ കണ്ണുകൾ വെളുത്തുപോയി എന്ന്. മകൻ 12 മക്കളുണ്ട്, പക്ഷെ ഒരു മകനാണ് നഷ്ടപ്പെട്ടതെങ്കിലും ആ മകന്റെ വേദന, ആ മകൻ നഷ്ടപ്പെട്ടതിന്റെ വേദന ആ പ്രവാചകൻ പ്രകടിപ്പിക്കുന്നത് കരഞ്ഞ് അദ്ദേഹത്തിന്റെ കണ്ണുകൾ വെളുത്തുപോയി എന്ന്. അതായത് കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹമായി മാറിയെന്ന്. വിശുദ്ധ ഖുർആൻ രണ്ടാമതൊരു വാചകം പറയുന്നുണ്ട്, വഹുവ കലീം. ആരോടും പറയണില്ല തന്റെ പ്രയാസങ്ങൾ. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിലാണ് കരച്ചിൽ, റബ്ബിനോടാണ് അദ്ദേഹത്തിന്റെ തേങ്ങൽ. വഹുവ കലീം, അദ്ദേഹം ദുഃഖം ഉള്ളിൽ ഒതുക്കിയെന്ന്. കലീം എന്ന വാചകം അതാണ്. ഉള്ളിൽ അദ്ദേഹം മകനെ ഓർത്തുള്ള സങ്കടത്താൽ ഉള്ളിൽ ഒതുക്കിയെന്നാണ്. അധികം പിതാക്കന്മാരും അങ്ങനെ തന്നെയാണ്, അല്ലേ? നമ്മുടെ വിഷമങ്ങൾ പലപ്പോഴും നമ്മുടെ ഭാര്യമാരറിയാറില്ല, നമ്മുടെ മക്കൾ അറിയാറില്ല, നമ്മുടെ കുടുംബത്തിലെ പല ആളുകളും അറിയാറില്ല. എന്തേ അങ്ങനെ അറിയാതെ പോകുന്നു എന്നുള്ളത് ഒരു ഉപ്പയെ സംബന്ധിച്ചിടത്തോളം അവർ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമമാകുമോ, മകനത് വിഷമമാകുമോ, മകൾക്കത് പ്രയാസമാകുമോ എന്നുള്ള ആ ചിന്തയിലാണ് ഏതൊരു പിതാവും തന്റെ ജീവിതം കഴിച്ചു കൂട്ടുന്നു. മകനെ കാണാനില്ല, ദുഃഖം കാരണം കണ്ണു നിറയുന്നു. യൂസുഫ് നബിയെ കൊണ്ടുപോയ സഹോദരങ്ങളോട് അദ്ദേഹം ആദ്യമേ തന്നെ പറയുന്നുണ്ട്, എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് നിങ്ങൾ കൊണ്ടുപോകുന്നതിലെന്ന്. അല്ലെ, അദ്ദേഹം ദുഃഖമുള്ളിൽ ഒതുക്കി എന്ന് പറയുമ്പോൾ, അല്ലെ, മക്കളെ സംബന്ധിച്ചിടത്തോളം ഓർത്തുകൊണ്ട് ഏതൊരു പിതാവിന്റെയും സങ്കടം ഏതൊരു മകനും കാണാതിരിക്കാൻ പാടില്ല. തന്റെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ഉള്ളിൽ ദുഃഖം നിറച്ചു വെക്കുന്നവരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ യാക്കൂബ് നബിയുടെ ചരിത്രം നമ്മൾ ഓർത്തു വെക്കണം. മഹാനായ പ്രവാചകനായിരുന്നിട്ട് കൂടി, അല്ലേ, ഒരു പ്രവാചകനാണ്, ഒരു ഉപ്പയാണ്. പക്ഷെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം മകനെ നഷ്ടപ്പെട്ടു എന്നുള്ള 11 മക്കൾ ഇനിയും ഉണ്ടെങ്കിലും യൂസുഫ് കൂടെ ഉണ്ടാവുക എന്നത്, അല്ലെ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കൂടെ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം എന്നത് ഏതൊരു മകൻ, അതിൽ അവ്വൽ മുതൽ ഒന്നാമത്തെ മകൻ മുതൽ ഏതൊരു മകൻ നഷ്ടപ്പെട്ടാലും ആ വേദന ഉണ്ടാകും. യൂസുഫ് നബിയോടും അതേ പ്രിയമുണ്ടായിരുന്നു ആ പ്രവാചകന്. ഒരു വേള ഒരു പടി മുന്നിലായിരിക്കാം, എന്നിട്ടും ആ പ്രവാചകന് നഷ്ടപ്പെട്ടതോർത്ത് സങ്കടപ്പെട്ട് കണ്ണ് വെളുത്തുപോയി എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ
നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ മക്കളായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, ഏതൊരു നല്ല പിതാവും അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് മക്കൾക്കൊപ്പം ജീവിക്കുക എന്നതും അവർ നന്നായി കാണണമെന്നുള്ളത്. അല്ലെ, നമ്മൾ ആഗ്രഹിക്കൂല ഏതൊരു വാപ്പയും എന്റെ മകനൊന്ന് നന്നായി കാണണം. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തൗഹീദുള്ള ആളാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം എന്റെ മകന് തൗഹീദ് ഉണ്ടാകണം എന്നതാണ് ഒരു പിതാവിന് ഏറ്റവും വലിയ ആഗ്രഹം. തിരിച്ചതുപോലെ തന്നെ മകനും എന്റെ വാപ്പാക്ക് തൗഹീദ് ഉണ്ടാകണം എന്നതാണ് ഏറ്റവും വലിയ ആഗ്രഹം. അതിനേക്കാളും വലിയ നിധി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരാനില്ല. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു മകൻ, ഒപ്പം നടക്കുന്ന ഒരു മകൻ, സഹായിക്കുന്ന ഒരു മകൻ, ദീനിന്റെ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു മകൻ ഉണ്ടെങ്കിൽ ഒരു ഉപ്പയെ സംബന്ധിച്ചിടത്തോളം അത് സമാധാനം നിറഞ്ഞ ഒന്നാണ് എന്ന്. അല്ലെ, വൃദ്ധസദനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു വേള ഉപ്പയെയും ഉമ്മാക്കും ആ ഒരു ആശ്വാസം എന്ന വണ്ണമാണ് പലപ്പോഴും ആളുകൾ കൊണ്ടുപോയി വൃദ്ധസദനങ്ങളിലേക്ക് ആക്കുക. ഒരിക്കലും നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മാതാപിതാക്കൾ അത്തരമൊരു സന്ദർഭത്തിലേക്ക് കടന്നു പോകുന്ന ഒരവസ്ഥ ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ഒരു മുഅ്മിനിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ കഴിയൂല. എത്രയോ ഉപ്പമാർ ആ ദുഃഖം പേര് നടക്കുകയാണ്. മകന്റെ വഴിവിട്ട ജീവിതം, വഴിവിട്ട ബന്ധങ്ങൾ, ലഹരിയിലൂടെ കടന്നു പോകുന്ന മകനെ ഓർത്ത് കരയുന്ന ഉപ്പമാർ ധാരാളമുണ്ട് നമുക്ക് ചുറ്റും. അതുപോലെ തന്നെ മകളുടെ ഇറങ്ങിപ്പോക്ക്, ഏതോ ഒരുവനുമായി പ്രണയത്തിലായി അവനുമായി സല്ലപിച്ച് സംസാരിച്ച് ഇഷ്ടം തോന്നി പിന്നീട് വാപ്പയും ഉമ്മയും ഉപേക്ഷിച്ചു പോകുന്ന മക്കളെ ഓർത്ത് സങ്കടപ്പെടുന്ന എത്ര പിതാക്കളാണ് നമുക്ക് ചുറ്റുമുള്ളത്. മാത്രമല്ല, തോന്നിയാസങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എങ്ങനെയും ജീവിക്കാമെന്ന ആ രൂപത്തിൽ സ്വന്തമായി ആഗ്രഹങ്ങൾക്ക് പിന്നാലെ, അല്ലെ ഹവയ്ക്ക് പിന്നാലെ പോകുന്ന മക്കളെ, ചെറുപ്പക്കാരെ നമ്മൾ കാണുമ്പോൾ പലപ്പോഴും അവരുടെ പിതാക്കന്മാരെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഏറെ ദുഃഖിതരാണ് അവർ. ആ ഹൃദയം പൊടിയുന്ന അവസ്ഥകൾ പലപ്പോഴും നമ്മൾ കാണുകയാണ്. പല ദിവസങ്ങളും അത് നമ്മൾ വാർത്തകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്ര പ്രായത്തിലുള്ള 40 വയസ്സുള്ള 50 വയസ്സുള്ള അല്ലെങ്കിൽ 60-നും 70-നും ഇടയിലുള്ള മനുഷ്യന്മാരിങ്ങനെ ഒരുപാട് അറ്റാക്ക് വന്ന് മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? ആ ഒരുപാട് ദുഃഖങ്ങൾ ഹൃദയത്തിൽ നിറച്ചു വെച്ചതിന്റെ പേരിലാണ്. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലേക്ക്, ഒരാളുമായും ഷെയർ ചെയ്യാതെ കൊണ്ടു നടക്കുന്ന ഭാരം താങ്ങാൻ കഴിയാതെ ആളുകൾ ആ വിഷമത്തിലേക്ക് കടന്നു പോവുകയാണ്. പ്രവാസ ജീവിതത്തിലൂടെ നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ, പ്രവാസ ജീവിതത്തിൽ അല്ലേ, തന്റെ ജീവിതത്തിന്റെ നല്ലൊരു ശതമാനം നല്ല ആസ്വദിക്കേണ്ട പ്രായത്തിൽ, തന്റെ കുടുംബത്തിനൊപ്പം ജീവിക്കേണ്ട പ്രായത്തിൽ പല ചെറുപ്പക്കാരും 25 വയസ്സ് കഴിഞ്ഞ് വിവാഹിതരായി കഴിഞ്ഞ് പിന്നീട് കുടുംബത്തിന്റെ ഭാരം ഇങ്ങനെ വരുമ്പോ ഇവിടെ നിന്ന് കടന്നുപോയി പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. നല്ലൊരു കൗമാരം ഗൾഫ് നാടുകളിൽ ചെലവഴിക്കുമ്പോ ഇവിടെ അവരുടെ മക്കളുണ്ട്. 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും അതുപോലെ തന്നെ ഡിഗ്രി ലെവലിലും ഒക്കെ പഠിക്കുന്ന ആളുകൾ ഉണ്ടാകും. ചൂടും ചോരയും നീരാക്കി, അല്ലെ, ചൂട് കൊണ്ട് ചോര നീരാക്കി പണിയെടുത്ത് ഉരുകിയലിച്ച് ശരീരങ്ങളുമായി കാണുമ്പോൾ നല്ല വെളുത്ത് തുടുത്ത് ശരീരമൊക്കെ നല്ല സൗന്ദര്യത്തിൽ നമ്മൾ കാണും ഈ മനുഷ്യന്മാര്. പക്ഷേ അവർ അധ്വാനിച്ച് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് മക്കൾക്ക് വേണ്ടി പണിയെടുത്തവരാണ്. ഒരു വേള പ്രതിഫലം നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന് നമ്മളോട് പറയാത്തതാണ് പല ദുഃഖങ്ങളും പല പ്രയാസങ്ങളും. സ്വന്തം ദുഃഖം ആരോടും പറയില്ല. ഇവിടെ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ ഉപ്പമാർ മരണപ്പെട്ടവരാണെങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ ദുആ ഇരക്കേണ്ടവരാണ്. അള്ളാഹ് അവർക്ക് പുറത്തു കൊടുക്കണേ, സ്വർഗം നൽകണേ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്നുണ്ട് എങ്കിൽ, നമ്മൾ ഈ മസ്ജിദിനുള്ളിൽ സമാധാനത്തോടു കൂടി ഇരിക്കുന്നുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, മുൻപ് വാപ്പമാർ അധ്വാനിച്ചതിന്റെ നമ്മൾ ഇന്ന് ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നുണ്ട് എങ്കിൽ, നമ്മുടെ ഉപ്പമാർ കഷ്ടപ്പെട്ടതിന്റെ അവരുടെ വിയർപ്പിന്റെ മണം നമ്മുടെ ശരീരത്തിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവരോട് നമ്മുടെ പെരുമാറ്റം മോശമായിക്കൂടാ. ഒരു കാലത്ത് നമ്മൾ മോശമായി പെരുമാറിക്കൂടാ. നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ്? അല്ലെ, നല്ല നിറമുള്ള ഒരു പുഞ്ചിരി ഉപ്പാക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞാൽ, അല്ലെ, നല്ല നമ്മുടെ അധ്വാനത്തിൽ നിന്നെടുത്തൊരു 500 രൂപ നമ്മുടെ ഉപ്പാക്ക് നൽകിയാൽ വാർദ്ധക്യ പെൻഷൻ ലഭിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷമായിരിക്കും. അല്ലെ, 3000 രൂപ 4000 രൂപ അല്ലെങ്കിൽ 1500 രൂപയ്ക്ക് വാർദ്ധക്യ പെൻഷൻ കിട്ടുന്നുണ്ടാവും. അത് ഉപ്പാക്ക് കിട്ടണമുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കൊടുക്കാതിരിക്കണം. നമ്മുടെ ഒരു ഓഹരി, അല്ലെ, നമ്മുടെ ഉപ്പാക്ക് ഒരു 500 രൂപ നമ്മൾ കൊടുത്താൽ, ഒരു അധ്വാനിയായ പിതാവാണെങ്കിൽ, അല്ലെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് നല്ല അധ്വാനിക്കുന്ന ഒരു ഉപ്പയാണെങ്കിൽ ചിലപ്പോ നമ്മൾ 500 കൊടുത്താലും 10000 കൊടുത്താലും അത് നമ്മുടെ കുടുംബത്തിലേക്ക് തന്നെ അയാൾ തിരിച്ചുകൊണ്ട് വരും ഏതെങ്കിലും ഒരു രൂപത്തിൽ. അത് കിറ്റുകളായിട്ട്, നമ്മുടെ മക്കൾക്കുള്ള സമ്മാനങ്ങളായിട്ട്, അല്ലെ, അവരത് ഉപയോഗിക്കാതെ തന്നെ നമ്മളിലേക്ക് അത് തിരിച്ചു മടങ്ങും. പക്ഷെ നമ്മൾ കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു റാഹത്തുണ്ട്. അത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ,
നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായി നമുക്കത് തിരിച്ചറിയാൻ കഴിയും. നമ്മൾ ജോലി ചെയ്തതിന്റെ ഒരു ഓഹരി ചോദിക്കാതെ തന്നെ നമ്മൾ നൽകുന്നുണ്ട് എങ്കിൽ അതൊരു ബറക്കത്തുണ്ടാകും. ഒരു വേള അധ്വാനിയായ പിതാവാണ് എങ്കിൽ നമുക്കത് മടക്കി നൽകുമെന്നുള്ളതാണ്. പണമില്ലാത്ത അല്ലെ നമ്മുടെ വീടുകളിൽ എത്തി നമ്മുടെ കുറവുകൾ കണ്ടറിഞ്ഞ് നമ്മൾ പ്രയാസത്തിലാണെങ്കിൽ അത് കണ്ടറിഞ്ഞ് ഇടപെടാൻ കഴിയുന്നവരാണ് നമ്മുടെ വാപ്പമാർ. തമാശയ്ക്ക് പോലും നമ്മൾ നമ്മുടെ വാപ്പാരെടുത്തും ഉമ്മാരെടുത്തും കണക്ക് പറയാൻ നിൽക്കുക. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾക്കത് തന്നത്, നിങ്ങൾ ആ പൈസ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം നമ്മുടെ ഉപ്പാടെ ഉമ്മാടെ മുഖത്തോട് ചോദിക്കരുത്. കാരണം പ്രിയമുള്ളവർ, എന്തെങ്കിലും ചിലപ്പോ അനാവശ്യമായ ഒരു ചെലവിലായിരിക്കും അവരെടുത്ത്, പക്ഷേ നമ്മൾ കൊടുത്ത സന്തോഷത്തിൽ അവർ ചിലവാക്കലാണ്. എന്താ നിങ്ങൾ ബാക്കി എവിടെ പോയി ചോദിച്ച് അവരുടെ എങ്ങേറാക്കുന്ന ഒരു സംസാരം എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ തമാശക്ക് പോലും വരാൻ പാടില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. കാരണം നമ്മളെ ഈ തടി, നമ്മുടെ ഈ ശരീരം, അല്ലെ നമ്മുടെ ഈ തണ്ട്, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉപ്പയും ഉമ്മയും കഷ്ടപ്പെട്ടതിന്റെ ഫലമായിട്ട് കിട്ടിയതാണ്. ഞാൻ ഓതി വെച്ച വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രായിലെ വചനം നമ്മൾ ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ. നിങ്ങൾ നിങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും നിങ്ങളുടെ കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണേ എന്നാണ്. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ. നിങ്ങൾ കാരുണ്യത്തിന്റെ ചിറകുകൾ നിങ്ങൾ അവർക്ക് താഴ്ത്തി കൊടുക്കണം. വെറുതെ പ്രാർത്ഥിച്ച് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പ്രാർത്ഥിക്കണമെന്നല്ല അല്ലാഹു പറഞ്ഞത്. ആദ്യം പറയുന്നത് നിങ്ങൾ കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണമെന്നാണ്. നല്ല സംസാരങ്ങൾ, നല്ല നോട്ടങ്ങൾ, നല്ല അവരെ അടുത്തിരുത്തിക്കൊണ്ടുള്ള പരിചരണങ്ങൾ, ഇതെല്ലാം അവർക്ക് കിട്ടിയതിനു ശേഷം ഒരാൾ കൈ ഉയർത്തി ഇങ്ങനെ പ്രാർത്ഥിക്കുക റബ്ബിർഹംഹുമാ, പക്ഷേ അവരെ ദ്രോഹിക്കുകയാണ്, അവരെ ഉപദ്രവിക്കുകയാണ്, അവരെ വേദനിപ്പിക്കുകയാണ്, അവരെ ശല്യപ്പെടുത്തുകയാണ്. അങ്ങനൊരു മകന്റെ പ്രാർത്ഥന ഇങ്ങനെ സ്വീകരിക്കും. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ. കാരുണ്യത്തിന്റെ ചിറകുകൾ ആദ്യം താഴ്ത്തി കൊടുക്ക്. എന്നിട്ട് നീ പറയണം വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. നിന്റെ ചെറുപ്പത്തിൽ നിന്നെ പരിപാലിച്ച് പോറ്റി നിനക്ക് വേണ്ട സൗകര്യങ്ങൾ നൽകി നിന്നെ എല്ലാ നിലക്കും നിന്നെ വളർത്തിക്കൊണ്ടുവന്ന നിന്റെ ഉപ്പയെയും ഉമ്മയെയും ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി നീ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. റബ്ബയാനി സഗീറ. എന്റെ ചെറുപ്പകാലത്ത് എന്നെ അവർ പരിപാലിച്ചു, എനിക്ക് വേണ്ട ഭക്ഷണം നൽകി, എന്നെ താരാട്ടുവാടി ഉറക്കി, എനിക്ക് വേണ്ട സൗകര്യങ്ങളുമായി സമ്മാന പൊതികളുമായി നമ്മുടെ ഉപ്പമാർ നമ്മുടെ വീടുകളിലേക്ക് കടന്നു വന്നു. ഇതെല്ലാം ഓർത്ത് ഒരു മകന് പ്രാർത്ഥിക്കാൻ കഴിയുമ്പോഴാണ് ആ പ്രാർത്ഥന അർത്ഥവത്താകുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാപ്പ ഒരു ജോലി ചെയ്യുന്നത് കണ്ടാൽ നമ്മുടെ ഉള്ളിലൊരു ദുആ ഉണ്ടാകണം. ഈ പ്രാർത്ഥന ഒപ്പം അതോടൊപ്പം നമ്മുടെ ഉള്ളിൽ കരുതലോടുകൂടി അല്ലാഹുവേ ദീർഘായുസ് കൊടുക്കണേ, നല്ല ആരോഗ്യവും ആഫിയത്തും കൊടുക്കണേ, ആ കച്ചവടത്തിൽ അദ്ദേഹത്തിന് ബറക്കത്ത് കൊടുക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം. അപ്പോഴാണ് മകനുപ്പയോടുള്ള കടമകൾ നിർവഹിക്കപ്പെടുന്നു എന്ന്, മകൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത്. ഈ പ്രാർത്ഥന അല്ലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മാതാപിതാക്കളോടുള്ള വലിയ ഇഹ്സാനാണത്. ജോലിഭാരം അവർ വഹിക്കും, പക്ഷേ നാം കാരണം ദുഃഖം വന്നാൽ അതവർക്ക് സഹിക്കാൻ പറ്റൂല. പാപ്പ സഹിക്കൂല. പാപ്പ പ്രതീക്ഷിക്കുന്ന രൂപത്തിൽ ഒരു മകനാകാൻ കഴിയണില്ല എങ്കിൽ അല്ലെ, നല്ലൊരു വാപ്പ ഏതൊരു പിതാവും ആഗ്രഹിക്കും നല്ല നിലയിൽ മകൻ വളരണമെന്നത്. ഒരു ലഹരിയിൽ പിടിപെട്ടാൽ അല്ലെങ്കിൽ ഒരു ഹറാമിലേക്ക് തന്റെ മകൻ പോയി വീണാൽ പിന്നീട് ഒരിക്കലും ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആ മകനോട് ആ മകളോട് നല്ല നിലയിൽ പെരുമാറാൻ കഴിയൂല. കാരണം അത്ര കണ്ട് സ്നേഹിച്ചു വളർത്തുന്നവരാണ് നമ്മുടെ പിതാക്കൾ. നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. വിശുദ്ധ ഖുർആൻ ഇഹ്സാനിനെ സംബന്ധിച്ച് പറയും, റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ. അള്ളാന്റെ വിധിയാണ് നിങ്ങൾ അള്ളാനെ മാത്രം ആരാധിക്കണമെന്നത്. വബിൽ വാലിദൈനി ഇഹ്സാന. ഉമ്മാനോടും ഉപ്പാനോടും നന്നായിട്ട് നിങ്ങൾ പെരുമാറ്. നല്ല നിലക്ക്, നല്ല വാത്സല്യത്തോടെ, നല്ല സ്നേഹത്തോടെ നിങ്ങൾ പെരുമാറണം. അവർ രണ്ടുപേരും അവർ വാർദ്ധക്യത്തിലായാൽ അവരോട് ചെയ്യുന്ന പേരും പറയരുത്. പലപ്പോഴും നമ്മൾ മുതിർന്ന ആളുകളാണ്, നമ്മുടെ വാപ്പമാർ, പ്രായം ചെന്നവർ, താടി നരച്ചവർ, ശരീരം കൊണ്ട് കിടപ്പിലായവർ, മലമൂത്ര വിസർജനം കൊണ്ട് പ്രയാസപ്പെടുത്തുന്നവരൊക്കെ ചിലപ്പോൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാകും. നമ്മുടെ മക്കളെ മുന്നിൽ വെച്ച് അവരോട് മോശമായി പെരുമാറുന്ന ആളുകളുണ്ട് എങ്കിൽ നമ്മൾ ഭയപ്പെടണം, നമ്മൾ പേടിക്കണം. ഈ മക്കൾ കണ്ടുകൊണ്ട് നിന്നവർ നാളെ നമ്മളെ പ്രയാസപ്പെടുത്തുമെന്ന വിഷയത്തിൽ പ്രിയമുള്ളവരെ എനിക്ക് നിങ്ങൾക്ക് ഭയമുണ്ടാകണം. ആ ഭയം ഉള്ളിലില്ല എങ്കിൽ അല്ലെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫലാ തഖുൽ ലഹുമാ ഉഫിൻ.
ഷേ എന്ന് പോലും നിങ്ങൾ പറയാൻ പാടില്ല. ഛേ എന്ന് പോലും പറയാൻ പാടില്ല. മാന്യമായ വാക്കുകൾ പറയണം. അതിനു മുമ്പ് അല്ലാഹു പറയുന്ന പോലെ അവരെ ആട്ടിപ്പായിക്കരുത്. പല കുറവുകൾ ഉണ്ടാകും. ചിലപ്പോൾ വേഷവിധാനങ്ങൾ പോലും ഒരു ആള് വന്നിരിക്കുമ്പോ ചിലപ്പോൾ മര്യാദക്ക് ഒരു തലയിൽ തുണി പോലും ഇട്ടിട്ടുണ്ടാകൂല. പ്രായം ചെന്ന ഉമ്മമാര് അവർ ശ്രദ്ധിക്കാതെ വന്നിരുന്ന അതിന്റെ പേരിൽ അവരോട് ദേഷ്യപ്പെടുന്നവർ, അമ്മ ഒന്ന് അകത്ത് പോകണേ എന്ന് പറയുന്ന ഒരു മാന്യമായ സ്റ്റൈല്, മാന്യമായ ശീലം സ്വീകരിക്കാതെ മോശമായി പെരുമാറുന്ന മക്കളെ നമുക്ക് കാണാം. ദീനിന്റെ പേരിലാണ് ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെടുക. പക്ഷെ അതുപോലും നമ്മൾ ശ്രദ്ധിക്കണമെന്നാൽ മാന്യമായ വാക്കുകൾ, വാചകങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. അപ്പൊ കരുണയുടെ ചിറകുകൾ നമ്മൾ താഴ്ത്തി നമ്മൾ റബ്ബിനോട് നമ്മൾ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കുമെന്ന്. അവരുടെ ദുഃഖത്തിൽ നാം പങ്കുചേരണം. അവരുടെ സഹായങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റബ്ബു ഫീ റിളൽ വാലിദൈൻ. ഉമ്മയുടെ തൃപ്തി മാത്രം പോരല്ലോ, റബ്ബു ഫീ റിളൽ വാലിദൈൻ. മാതാപിതാക്കളുടെ, ഉപ്പയുടെയും ഉമ്മയുടെയും തൃപ്തിയിലാണ് അള്ളാഹിന്റെ തൃപ്തി എന്നാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ പെരുമാറ്റം, നമ്മുടെ നോട്ടം, നമ്മുടെ പിടുത്തം, നമ്മുടെ ഒപ്പമുള്ള ഇരുത്തം, ഒരു വേള നമ്മൾ ഒരു ശരീരം വേദനിക്കുന്ന രൂപത്തിൽ പിടുത്തം പിടിച്ചാൽ പോലും പ്രിയമുള്ളവരെ അത് വലിയ വേദനയാണ്. അത് വലിയ വേദനയാണ്. നമ്മൾ തിരിച്ചു ചൂണ്ടുന്ന ഒരു വിരൽ പോലും അത് നമുക്ക് വേദനയായി മാറും. ഒരു വേള അവരെ കുറിച്ച് ചിന്തിച്ച ഒരു മോശമായ ഒരു ചിന്ത, എത്ര മോശപ്പെട്ട വ്യക്തിയാണ് എൻ്റെ വാപ്പ, ഇതെന്തൊരു സ്ത്രീയാണ് എന്ന രൂപത്തിലൊക്കെ ചിന്തിക്കുന്ന ചിന്തകൾ പോലും നമ്മൾ ഭയപ്പാടോടുകൂടി കാണേണ്ട ചിന്തകളാണ്. കൈകളും കാലുകളും ഒക്കെ ചുളിവുകൾ വന്ന് പ്രയാസപ്പെടുന്ന ഉപ്പയും ഉമ്മയും ഒക്കെ നമ്മൾ ചുറ്റും കാണാറുണ്ട് അല്ലേ? അവരുടെ അരികിൽ പോയിരുന്ന് അവിടെ ആ ചുളിവിലൊന്ന് തടകി, അല്ലെ അവർക്കൊരു ചുംബനം നൽകിയൊക്കെ പോകാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുമ്പോഴാണ് നമ്മൾ എത്ര വലുതായാലും നമ്മുടെ ഉമ്മാക്കും വാപ്പാക്കും നമ്മളാരാ? നമ്മൾ മക്കൾ തന്നെയാണ്. അതുകൊണ്ട് അവരുടെ ചുക്കിച്ചുളിഞ്ഞ ശരീരത്തിലേക്ക് കടന്നു ചെന്ന് അവർക്കൊരു ചുംബനവേകി പോകുന്ന അവസ്ഥയിൽ വരെ ഒരു മുഅ്മിനായ മനുഷ്യൻ ചിന്തിക്കണമെന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് കടന്നു. ഇദാ ദഖല അലൈഹാ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവിയുടെ അരികിലേക്ക് കടന്നു. ഖാമത്ത് ഇലൈഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് അവർ എഴുന്നേറ്റ് പോകും. വഅഖദതു ബിയദിഹി, പ്രവാചകന്റെ കൈകൾ പിടിക്കും. ഫഖബ്ബലതുഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ചുംബിക്കും. ഫഅജലസതു ഫീ മജ്ലിസിഹാ, പിന്നീട് അവർ ഇരുന്ന ഇരിപ്പിടത്തിലേക്ക് കടന്നു പോകും. വാപ്പാക്ക് അല്ലേ സമയവും സമ്പത്തും ആരോഗ്യവും നമ്മൾ നൽകുമ്പോൾ അതിലൊരു ബറക്കത്ത് ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അന്ത വമാലിക ലി അബീക, നീയും നിന്റെ സമ്പത്തും എല്ലാം നിന്റെ ഉപ്പാക്കുള്ളതാണ്. അല്ലെ, വാപ്പ ഒരു 500 രൂപ എടുത്തു, 1000 രൂപ എടുത്തു, അവകാശമുണ്ട്. നമ്മളെ പോക്കറ്റിൽ നിന്ന്, നമ്മുടെ ഡെസ്കിൽ നിന്ന്, നമ്മൾ വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വാപ്പ ഒരു 1000-ഓ 2000-ഓ 100-ഓ എത്ര എടുത്താലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അന്ത വമാലിക ലി അബീക, നീയും നിന്റെ സമ്പത്തും നിന്റെ വാപ്പാക്കുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും റസൂൽ പറയുന്നുണ്ട്, അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന, ഉപ്പ എന്നത്, വാപ്പ എന്നത് സ്വർഗത്തിന്റെ മധ്യഭാഗത്തെ കവാടമാണ് എന്ന്, നടുക്കത്തെ കവാടമാണ് എന്നാണ്. ആ വാതിലിലൂടെ അല്ലെ സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് നമുക്ക് കടന്നു പോകാൻ കഴിയണമെങ്കിൽ ആ ഉപ്പയെ നമ്മൾ പരിഗണിച്ചേ മതിയാകൂ എന്നാണ്. ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ചൊല്ലി നീ വിളിക്കരുത്. വലാ തംശി അമാമഹു, നീ അദ്ദേഹത്തിന്റെ മുന്നിലൂടെ നടന്നു പോകരുത്. വലാ തജ്ലിസ് ഖബ്ലഹു, അദ്ദേഹം ഇരിക്കുന്നതിന് മുമ്പ് നീ ഇരിക്കരുത് എന്നൊക്കെ ഇസ്ലാഹിന്റെ രൂപത്തിൽ പല ഉപദേശങ്ങളും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർ അവർ നമുക്ക് ഖൈറും ബറക്കത്തും നൽകുന്ന, നമുക്ക് അല്ലാഹു നൽകിയ നിഅമത്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അവർക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുന്ന വേളയിൽ ഉമ്മയും ഉപ്പയെയും മുഖം കണ്ട് അല്ലെ ആത്മാർത്ഥമായ ഇഖ്ലാസോടെ പ്രാർത്ഥിക്കാൻ കഴിയും. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ എന്ന് പറയുന്ന പ്രാർത്ഥന, അത് അർത്ഥവത്തായ ചിന്തയിലൂടെ നമുക്ക് കടന്നു പോകാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.